Hello everyone, welcome to our chapter Morphology of Flowering Plants. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? മോർഫോളജി എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫോമില്ലേ, എക്സ്റ്റേണൽ ഫോമും സ്ട്രക്ചറും അതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് എന്ത്? മോർഫോളജി എന്ന് പറയുന്നത്. മോർഫോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബോട്ടണി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന്റെ എന്തൊക്കെ പോർഷൻസ് ഉണ്ടായിരിക്കും? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ് പ്ലാന്റിന്റെ പോർഷൻസ് അല്ലെ. നമുക്കറിയാം എന്ത്? ഫ്ലവർ ഉണ്ടാവും, ഫ്രൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, അതുപോലെ തന്നെ നോഡുകൾ. ആ നോഡുകൾ എന്നാണ് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇന്റർ നോഡ്സ് കാണാം. ഈ സ്പേസാണ് ഇന്റർ നോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഷൂട്ട് വരെയുള്ള പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? ഷൂട്ട് സിസ്റ്റം എന്ന്. പിന്നെ ഇവിടെ നോക്കി റൂട്ട്, അതെന്താ പറയുക? പ്രൈമറി റൂട്ട്. മെയിൻ ആയിട്ടുള്ള റൂട്ടാണ് പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എറേസ് ചെയ്ത് വരുന്ന റൂട്ടാണ് എന്ന് പറയുന്നത് സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് റൂട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പേര് എന്താണ്? റൂട്ട് സിസ്റ്റം എന്ന്. അപ്പോൾ ഇത്രയാണ് ഒരു ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അതിന് റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ എംബ്രയോ ഓഫ് ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന പോർഷൻ റാഡിക്കലിൽ നിന്നും, അതുപോലെ തന്നെ ഷൂട്ട് അതായത് സ്റ്റെമ്മ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ്? പ്ലീമിയോളിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മളൊരു റൂട്ട് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു പോർഷനെ വേണ്ടി ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെയാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ ആദ്യം എംബ്രയോ ആയിരിക്കുന്ന സമയത്ത് റാഡിക്കൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുക? റൂട്ട് ഫോം ചെയ്യുക. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? രണ്ട് തരത്തിൽ റൂട്ട് ഉണ്ട്, പ്രൈമറി റൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് റൂട്ട് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് റൂട്ടിൽ നിന്ന് വേറെ എന്ത് വരാം? ടെർഷ്യറി റൂട്ടും കൂടെ ഡെവലപ്പ് ചെയ്യാം. പ്രൈമറി റൂട്ടിലുണ്ടാവുന്ന ബ്രാഞ്ചസ് ആണ്. അങ്ങനെ പ്രൈമറി റൂട്ടും അതിന്റെ ബ്രാഞ്ചസും കൂടി ചേർന്നാൽ ഇത് പ്രൈമറി റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്തായിരുന്നു? പ്രൈമറി റൂട്ടും അതിന്റെ എന്താണ് പിന്നെ ബ്രാഞ്ചസും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി? അത് ടാപ്പ് റൂട്ട് സിസ്റ്റമായി അല്ലെ. അപ്പോൾ ഇൻ മോണോകോട്ട് പ്ലാന്റ് നമുക്കറിയാം ടാപ്പ് റൂട്ട് ആരുടെ ഫീച്ചറാണ്, അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത് ആരുടെ ഫീച്ചറാണ്? മോണോകോട്ട് റൂട്ടിന്റെ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മോണോകോട്ടിന്റെ ഫീച്ചറാണ് ഫൈബ്രസ് റൂട്ട്, നാരുകൾ പോലത്തെ അല്ലെ. അപ്പോൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ റൂട്ട് സിസ്റ്റത്തിന്റെ ആ ചെറിയ ചെറിയ റൂട്ട്സ് ആ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നും കുറേ ഡെലിക്കേറ്റ് റൂട്ട്സ് ഫോം ചെയ്യുന്നത്, അതാണ് എന്താ പറയുന്നത്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, അത് ഡൈക്കോട്ടിൽ. പിന്നെ എന്തുണ്ട്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കാണുന്നത് എവിടെയാണ്? നമ്മുടെ മോണോകോട്ട് പ്ലാന്റ്സിലാണ്. ഇനി പ്ലാന്റിൽ കാണുന്ന വേറെ തരം റൂട്ടാണ് അഡ്വാൻറ്റേജസ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് സാധാരണ റൂട്ട് എറേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റാഡിക്കിൽ നിന്ന് അല്ലേ. അങ്ങനെ റാഡിക്കിൽ നിന്ന് അല്ലാതെ സ്റ്റെമ്മെന്നോ അല്ലെങ്കിൽ ലീവ്സിന്നോ അങ്ങനെ എറേസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രാഞ്ചസിന്നൊക്കെ എറേസ് ചെയ്ത് വരുന്ന റൂട്ട്സ് ആണ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് എറേസ് ചെയ്ത് വരുന്നത് എവിടെ നിന്നല്ല? നമ്മളെ റാഡിക്കൽ പോർഷനിൽ നിന്ന് ആയിരിക്കില്ല എന്ന് ചെയ്യേണ്ടാവുക. അത്തരത്തിലുള്ള റൂട്ടുകൾ എറേസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ മൂന്ന് തരത്തിൽ റൂട്ട് പറഞ്ഞു: ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് അഡ്വാൻറ്റേജസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് റൂട്ട് സിസ്റ്റത്തിന് അതിൻ്റെതായ എന്തുണ്ട്? കുറച്ച് ഫംഗ്ഷൻസും ഉണ്ട്. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജസ് റൂട്ട് സിസ്റ്റത്തിൽ കാണുന്ന മോഡിഫിക്കേഷൻസ്. ഇനി നമ്മളൊരു ടിപ്പിക്കൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് 3 റീജിയൻസ് ആണ് ഉണ്ടാവുക. ടിപ്പിക്കൽ ആ ഒരു റൂട്ട് ക്യാപ്പിന്റെ മെയിൻ റീജിയൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റൂട്ട് ക്യാപ്പ് വേണം, മെരിസ്റ്റമാറ്റിക് റീജിയൻ വേണം, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വേണം, റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇതാണ് ഒരു ടിപ്പിക്കൽ റൂട്ടിന്റെ പിക്ചർ എന്ന് പറയുന്നത്. നോക്കി നിങ്ങൾക്ക് ഇത് കാണാണ്ടാവുന്ന ഏറ്റവും താഴത്തെ പോർഷൻ നോക്കി, ഇതാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു റൂട്ട് ക്യാപ്പ് വേണം. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? മെരിസ്റ്റമാറ്റിക് റീജിയൻ. മെരിസ്റ്റമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് റീജിയൻ ആണ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ട് ക്യാപ്പ് കഴിഞ്ഞ ഉടനെ കാണുന്നത് എന്താണ്? കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യണ മെരിസ്റ്റമാറ്റിക് റീജിയൻ കാണാം. പിന്നെ എന്താ കാണാം? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ അല്ലേ. അതായത് മെരിസ്റ്റമാറ്റിക് റീജിയന്റെ മേലെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെച്ചോർഡ് ആവുന്ന ഏരിയ ആണ് എന്താ പറയുന്നത്? റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അതിന്റെ മേലായിട്ട് കാണുന്ന പോർഷനാണ് എന്ത്? റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ റീജിയനിലെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ ഈസ് ദ റീജിയൻ ഓഫ് lateral roots and root hairs seen in proximal to the region of elongation. The root hairs absorb water and minerals from the soil. അപ്പോൾ ഇവിടെ കാണുന്ന റൂട്ട് ഹെയർസ് എന്ത് ചെയ്യും? വാട്ടറിന്ന് ആ സോയിലിൽ നിന്നുള്ള വാട്ടറിനും മിനറൽസിനൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇതാണ് ഒരു ടിപ്പിക്കൽ റൂട്ടിന്റെ പിക്ചർ എന്ന് പറയുന്നത്. റൂട്ട് ക്യാപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? അവിടെ മെരിസ്റ്റമാറ്റിക് റീജിയൻ ഉണ്ട്. പിന്നെ റൂട്ട് ഇലോങ്ങേഷൻ ഏരിയ ഉണ്ട്. ഇവിടെയാണ് റൂട്ട് ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഒരുപാട് റൂട്ട് ഹെയർസ് ആണ്. റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിലിൽ നിന്നും ആവശ്യമായിട്ടുള്ള വാട്ടറും മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് റൂട്ട് പറഞ്ഞു, പിന്നെ നമ്മളുടെ ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ ഒരു ടിപ്പിക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? 4 മെയിൻ പോർഷൻസ് വേണം അല്ലേ. റൂട്ട് ക്യാപ്പ് വേണം, മെരിസ്റ്റമാറ്റിക് റീജിയൻ വേണം, റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ വേണം, അതുപോലെ തന്നെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇനി
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ഓരോന്നിലും അഡ്വാൻറ്റേജ് റൂട്ടിൽ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട് പറഞ്ഞു അല്ലെ. അങ്ങനെ റൂട്ടിൽ വരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ടിന് അതൊരു റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫുഡ് സ്റ്റോർ, റെസ്പിറേഷൻ മാത്രമല്ല പിന്നെ സപ്പോർട്ട് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം. മോഡിഫിക്കേഷൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടി മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള റൂട്ടുകൾ എന്ന് പറയുന്നത് നമ്മളെ ക്യാരറ്റ്, ബീട്രൂട്ട്, ടേർണിപ്പ് അതൊക്കെ എന്തിനാ എക്സാമ്പിളാണ്. അവിടുത്തെ ടാപ്പ് റൂട്ടൊക്കെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ഫുഡ് സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട്. ടാപ്പ് റൂട്ട്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ഫുഡ് സ്റ്റോർഡ് പർപ്പസ്. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ ഫോർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് റൈസോപോറ, അവിസീനിയ അങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വളരുന്നത് സ്വാമ്പി ഏരിയയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മാംഗ്രൂവ് റീജിയൻ എന്ന് പറയില്ലേ, അത് അങ്ങനത്തെ മാംഗ്രൂവ് പ്ലാന്റ്സ് ഒക്കെ. ഓക്കെ, അപ്പൊ അവരൊക്കെ എന്താണ് നെഗറ്റീവ്ലി ജിയോട്രോപിക് റൂട്ട്സ് ആണ്. പോസിറ്റീവ് ജിയോട്രോപിക് എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണിനടിയിലേക്ക് പോവുക അല്ലെ. നെഗറ്റീവ് ജിയോട്രോപിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് എന്ത്, നെഗറ്റീവ് ജിയോട്രോപിക് എന്ന് പറയുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റെസ്പിറേഷൻ ആണ്. അത്തരത്തിലുള്ള റൂട്ടിന് പറയണ മറ്റൊരു പേരാണ് എന്ത്, ന്യൂമാറ്റോഫോഴ്സ് എന്ന്. ഓക്കെ, അപ്പൊ റെസ്പിറേഷന് വേണ്ടിയിട്ടും റൂട്ടിൽ മോഡിഫിക്കേഷൻ ഉണ്ട്. അവർ നമ്മുടെ സ്വാമ്പി അല്ലെങ്കിൽ മാഷ് ഏരിയയിൽ കാണുന്ന റൂട്ട്സ് ആണ്. അത്തരത്തിലുള്ള നെഗറ്റീവ്ലി ജിയോട്രോപിക് ആയിട്ടുള്ള റൂട്ട്സ് കാണുക. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ലൈസോപോറ, അവിസീനിയ അതൊക്കെ എന്ന എക്സാമ്പിൾ ആണ്. അതിൽ കാണുന്ന ആ റെസ്പിറേറ്ററി റൂട്ട്സ് പേരെന്താണ്, ന്യൂമാറ്റോഫോഴ്സ് എന്ന്. ന്യൂമാറ്റോഫോഴ്സ്. അടുത്ത എന്താ, മോഡിഫിക്കേഷൻ ഫോർ അഡീഷണൽ മെക്കാനിക്കൽ സപ്പോർട്ട്. നമ്മൾ ആൽമരം കണ്ടിട്ടുണ്ട്, ആൽമരത്തിന്റെ മേലെ നിന്ന് കുറേ ബ്രാഞ്ചസ് താഴേക്ക് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ. അത് എന്താണ്, അപ്പൊ അത് രണ്ട് തരത്തിലുണ്ട്. പ്രോപ്പ് റൂട്ട്, ബനിയൻ ട്രീയിൽ കാണുന്നത് എന്താണ്, പ്രോപ്പ് റൂട്ടാണ് അല്ലെ. ആ പ്രോപ്പ് റൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പില്ലറിലേക്കാണ്. ആ ബനിയൻ ട്രീക്ക് കുറച്ചും കൂടിയും ആ മണ്ണിൽ ആ സോയിലിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലെ. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോപ്പ് റൂട്ട്സ് സഹായിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഓഫ് ബാനിയൻ ട്രീ ദർ ഓക്കേഴ്സ് അഡ്വാൻറ്റേജ് റൂട്ടിന്റെ പേര് എന്ന് പറയുന്നത് പ്രോപ്പ് റൂട്ട് ആണ്. ഫംഗ്ഷൻ ഓഫ് പ്രോപ്പ് റൂട്ട് എന്താണ്, സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ടിംഗ് റൂട്ടാണ് എന്ന് പറയുന്നത് ബാനിയൻ ട്രീയിലെ പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. എറേസ് ഫ്രം എവിടെയാണ് എറേസ് ചെയ്ത് തരുന്നത്, ബ്രാഞ്ചസിൽ നിന്നാണ്. നമുക്ക് ആൽമരം നോക്കുമ്പോൾ അറിയാം അതിന്റെ ഓരോ ബ്രാഞ്ചിൽ നിന്ന് എന്താ ചെയ്തിട്ടുണ്ടാവുക, ആ പുതിയത് ആ റൂട്ടുകൾ എറേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കാം. ഇനി എന്ന് പറയുന്നത് നമ്മളുടെ ഷുഗർ കെയിലും അതുപോലെ തന്നെ മേസിലും കാണുന്ന റൂട്ടാണ് സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറയുന്നത്. അത് ക്ലസ്റ്റർ ഓഫ് റൂട്ട്സ്, അതായത് ക്ലസ്റ്റർ ഓഫ് റൂട്ട്സ് താഴേക്ക് ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് ഗ്രോൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അവ ഇവിടെ നിന്ന് ആ സ്റ്റെമ്മിന്റെ ലോവർ നോഡ് പോർഷനിൽ നിന്ന്. അപ്പൊ അതും ഇത് തന്നെയാണ്, ഇതുപോലെ ഒരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മോഡിഫിക്കേഷൻസ് ഓഫ് ഫ്രൂട്ടിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫുഡ് സ്റ്റോറേജ് പർപ്പസിലാണ് ക്യാരറ്റും ബീട്രൂട്ടും പറഞ്ഞു. പിന്നെ റെസ്പിറേഷൻ പർപ്പസിലാണ് നമ്മൾ എന്ത് പറഞ്ഞു, ന്യൂമാറ്റോഫോഴ്സ്, എക്സാമ്പിൾ റൈസോപോറ, അവിസീനിയ പറഞ്ഞു. ഇനി അഡീഷണൽ മെക്കാനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞത് പ്രോപ്പ് റൂട്ട്സ് ആണ് ബാനിയൻ ട്രീയുടെ കേസിൽ, അത് ബ്രാഞ്ചസ് ആണ് അറേസ് ചെയ്യുന്നത്. സ്റ്റിൽട്ട് റൂട്ട് പറഞ്ഞാൽ എവിടെ നിന്ന് അറേസ് ചെയ്യുന്നത്, ആ സ്റ്റെമ്മിന്റെ എവിടെ നിന്നാണ്, ലോവർ നോഡ്സ് നിന്നാണ് എന്താ ചെയ്യുന്നത്, സ്റ്റിൽട്ട് റൂട്ട്സ് അറേസ് ചെയ്ത് വരുന്നത് അല്ലെ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, മെയ്സും ഷുഗർ കെയിനും. അതും എന്ത് തന്നെയാണ്, ഒരു അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് അതും കൊടുക്കുന്നത്. നോക്കൂ, ഇതാണ് ഞാൻ പിക്ചർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്യാരറ്റിന്റെ, ടേർണിപ്പിന്റെ, ബീട്രൂട്ടിന്റെ, ഇതാണ് നമ്മുടെ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. കണ്ട, ഇതെന്താണ് റെസ്പിറേഷന് വേണ്ടി മേലേക്കാണ് വളർന്നേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ആ പ്രോപ്പർ ഒരു ആൽമരത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് റൂട്ട്സുകളെ താഴേക്ക് വരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നോക്കി ഈ ന്യൂമാറ്റോഫോഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ട, മേലേക്ക് വളർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ബനിയൻ ട്രീ ആണെങ്കിൽ ആ ബനിയൻ ട്രീയുടെ എവിടെ നിന്ന് വരെ ഈ ബ്രാഞ്ചസിൽ നിന്നായിരിക്കും എന്ത് ചെയ്തിട്ട് വരുന്നുണ്ടാവുക, ആ ഒരു റൂട്ട്സ് എറേസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ റൂട്ടിൽ ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട്, അഡ്വാൻറ്റേജസ് റൂട്ടിൽ തന്നെ അതിന്റെ ഓരോ മോഡിഫിക്കേഷൻ, ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ റെസ്പിറേഷന് വേണ്ടിയിട്ട്, പിന്നെ മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്, ഷൂട്ട് സിസ്റ്റത്തിന്റെ പോർഷനാണ് എന്ന് പറയുന്നത് സ്റ്റെം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റെം എന്ന് പറയുന്നെങ്കിൽ വെജിറ്റേറ്റീവ് പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് റീപ്രൊഡക്റ്റീവ് പർപ്പസ് ഉണ്ട് നമ്മുടെ സ്റ്റെമ്മിന്. അപ്പൊ സ്റ്റെം അല്ലെങ്കിൽ ഷൂട്ട് സിസ്റ്റം ആണെങ്കിൽ അവിടെ സ്റ്റെം ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്, ബഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സീഡ്സ് ഇതൊക്കെ കാണാൻ ഇവിടെ നമ്മുടെ സ്റ്റെമ്മിൽ അല്ലെ. പിന്നെ നമ്മുടെ സ്റ്റെമ്മിൽ എന്തുണ്ട്, നമ്മുടെ റൂട്ട് നോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ നോഡ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താ, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ആര് ഫംഗ്ഷനാണ്, സ്റ്റെമ്മിന്റെ ഫംഗ്ഷനാണ്. ഈ സ്റ്റെമ്മിലും എന്തുണ്ട്, മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അതായത് നമ്മൾ വിചാരിക്കും ഭൂമിയുടെ അടിയിൽ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് റൂട്ട് പോർഷൻ മാത്രമാണോ, അല്ല, സ്റ്റെം പോർഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ അതൊക്കെ എന്താണ്, നമ്മളുടെ സ്റ്റെം മോഡിഫിക്കേഷനുള്ള എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് ഫംഗ്ഷനാണ് മെയിൻ ഉള്ളത്, സ്റ്റോറേജ് ഓഫ് ഫുഡ്
ഫുഡും അതുപോലെ തന്നെ പെരിനിയേഷനും. രണ്ട് മെയിനായിട്ട് ഫംഗ്ഷനുള്ളത് എന്ത് സ്റ്റോറേജ് ഓഫ് ഫുഡും അതുപോലെ തന്നെ പെരിനിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നമ്മളുടെ പൊട്ടാറ്റോ, ജിഞ്ചർ, ടർമറിക്, കൊളക്കോഷ്യ അതൊക്കെ എന്താണ് ഫുഡ് സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ആ മെറ്റീരിയലൊക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ഇപ്പം നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ട് നമുക്ക് എന്തിനെ ആക്ട് ചെയ്യാൻ പറ്റും, ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോർഷന് ആക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂബർ, പൊട്ടാറ്റോയുടെ കേസിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ വിളിക്കുന്ന പേര് ട്യൂബർ എന്നാണ്. ഓക്കെ. ഇനി ജിഞ്ചറും ടർമറിക്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ വിളിക്കുക റൈസോം എന്നാണ്. ഇനി കൊളക്കോഷ്യ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പില്ലേ, ആ ഗ്രൂപ്പിൽ ചേമ്പ് ചേന ആ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിൻ്റെ ഫുഡ് സ്റ്റോറേജ് ആ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന പേര് കോംസ് എന്നാണ്. ഓണിയൻ ഗാർലിക്കിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് അതിൻ്റെ എന്താണ്, ബൾബ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഓരോന്നുള്ള എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഫുഡ് സ്റ്റോറേജും അതുപോലെ തന്നെ പെരിനിയേഷനുമാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പൊട്ടാറ്റോയിൽ നമ്മൾ എന്താണ് ട്യൂബർ, റൈസോം എന്നുണ്ടെങ്കിൽ അവിടെ ജിഞ്ചറും ടേർമറിക്കും, കോംസ് എന്നുണ്ടെങ്കിൽ എന്താണ് കൊളക്കോഷ്യാണ്, അതുപോലെ തന്നെ ഓണിയനും ഗാർലിക്കൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബൾബാണ്. ഓക്കെ. അപ്പോൾ ഈ അതിൻ്റെ ആ ബൾബ് അല്ലെങ്കിൽ സ്കെയിൽ ലീവ്സ് എന്നാണ്, ബൾബ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ ലീവ്സ് ഇല്ലേ, അതിൽ നിന്നാണ് അവരെന്ത് ചെയ്യുക, അവരുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ പിക്ചർ കൊടുത്തിരിക്കുകയാണ്, നമ്മൾ നോക്കി നോക്കൂ. ഇത് റൈസോ, നമ്മുടെ ആ ഇഞ്ചി മഞ്ഞൾ ഉൾപ്പെടുന്നത്, ഇതാണ് നമ്മളുടെ ബൾബ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിന്ന് വരുന്ന റൂട്ട് നോക്കി അഡ്വൻറ്റേജസ് റൂട്ടാണ്. പിന്നെ നമ്മളുടെ കോമ്, നമ്മുടെ ചേന പോലത്തെ. ഇനി ഇതെന്താണ്, ട്യൂബറിന് എക്സാമ്പിളാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അറ്റ് എ ടൈം എന്താണ്, സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്, മാത്രമല്ല ഇത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് പാർട്ടും കൂടിയാണ് എന്ത്, ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോർഷൻ എന്ന് പറയുന്നത്. ഇനി സബ് ഏരിയൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. സബ് ഏരിയൽ മോഡിഫിക്കേഷൻസ്. ഓക്കെ. ഈ സബ് ഏരിയൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാസ്, സ്ട്രോബെറി അതിൻ്റെ കേസിലൊക്കെ എന്താണ്, റണ്ണർ പ്ലാന്റ്സ് ആണ്. അതായത് മണ്ണിനോട് ചേർന്ന് പറ്റി പിടിച്ച് വളരുക, അതിൽ നിന്ന് പുതിയ പുതിയ റൂട്ട്സ് ഫോം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ആ പാർട്ട് മെച്ചൂറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരന്റ് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് ലീഡ് ചെയ്യുക. പിന്നെ പിസ്റ്റിയ, ഐക്കോർണെ എന്നൊക്കെ പറയുന്ന വാട്ടർ ലിവിങ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ആ വാട്ടർ ലിവിങ് പ്ലാന്റ്സിൻ്റെ കേസിൽ മോഡിഫൈഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്ന പേര് ഓഫ്സെറ്റ് എന്നാണ്. പിന്നെ ബനാന, പൈനാപ്പിളിൻ്റെ കേസിലൊക്കെ ആ മോഡിഫൈഡ് സ്റ്റെം എന്ന് വിളിക്കുന്ന പേര് സക്കേഴ്സ്. അപ്പോൾ ഓരോന്നിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാസ്, സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ അവിടെ എന്താണ്, റണ്ണർ ടൈപ്പാണ്. പിസ്റ്റിയ, ഐക്കോർണിയ ഒക്കെ ആണെങ്കിൽ അവിടെ ഓഫ്സെറ്റ് ടൈപ്പാണ്. ബനാന, പൈനാപ്പിളൊക്കെ ആകുമ്പോൾ അവിടെ സക്കർ ടൈപ്പാണ്. ഓക്കെ. ഇനി അത് നമ്മൾ എന്താ പറയുന്നത്, സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് പറഞ്ഞത് അല്ലേ. ഇനി ഫുള്ളി ഏരിയൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻഡ്രിൽസ്. ടെൻഡ്രിൽസ് എന്തിനാ, നമുക്കറിയാം നമ്മൾ ക്ലൈംബിംഗ് ആണ് അല്ലേ. കുക്കുമ്പനും പംകിനും ഒക്കെ എന്ത് വേണം, അവരുടെ ആ ആക്സിലറി ബഡ്സിൻ്റെ മോഡിഫിക്കേഷനാണ് എന്ന് പറയുന്നത് ആക്സിലറി, തെറ്റരുത്, ആക്സിലറി ബഡ്സിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഗ്രേപ്പ് പോയിന്റ് കേസിൽ എപ്പിക്കൽ ബഡിൻ്റെ മോഡിഫിക്കേഷനാണ് എന്ത്, ആ ടെൻഡ്രിൽ. തെറ്റിക്കരുത്. നമ്മളുടെ കുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മുടെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലേ. ആ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ പറയുന്നത് ടെൻഡ്രിൽസ്. നമ്മൾ പറഞ്ഞു എന്ത്, നമ്മുടെ കുക്കുമ്പറിൻ്റെ കേസിലൊക്കെ, കുക്കുമ്പർ അതുപോലെ തന്നെ വാട്ടർമെലൺ അതിൻ്റെ കേസിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ആ മോഡിഫിക്കേഷൻ നടക്കുന്നത് ആക്സിലറി ബഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിട്രസ്, ബോഗൺവില്ലെ അല്ലേ, അതിലൊക്കെ എന്താണ് ആക്സിലറി ബഡ്സ് ആണ് തോൺസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ആക്സിലറി ബഡ്സ്, തെറ്റിക്കരുത്, ആക്സിലറി ബഡ്സ്. ടെൻഡ്രിൽ ആയാലും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, സിട്രസ്, ബോഗൺവില്ലെ, തോൺസ് ആയാലും അതൊക്കെ തന്നെ എന്താണ് ആക്സിലറി ബഡ്സ് ആണ്. പക്ഷെ നമ്മളുടെ ഗ്രേപ്പ് പോയിന്റിൽ മാത്രം എന്താണ് എപ്പിക്കൽ ബഡ് ആണ്. തെറ്റിക്കരുത്, ഗ്രേപ്പ് പോയിന്റിൽ മാത്രം എപ്പിക്കൽ ബഡ്സ് ആണ്. ഇനി നമ്മളുടെ നമുക്കറിയാം ഒപ്പൻഷ്യ, യൂഫോബിയ അല്ലെ, ആസ്പെരാഗസ് അങ്ങനെയുള്ള പ്ലാന്റുകളിലൊക്കെ ആ മോഡിഫൈഡ് സ്റ്റെം എന്ന് പറയുന്നത് ഫ്ലാറ്റ് എൻഡ്, ഫ്ലഷ് ഷീം, സിലിണ്ടറിക്കൽ ഷീം. ഒപ്പൻഷ്യയുടെ കേസിലാണെങ്കിൽ അത് ഫ്ലാറ്റ് ഉണ്ടായിരിക്കും അല്ലെ. യൂഫോബിയുടെ കേസിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ആസ്പെരാഗസിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ സിക്കിൾ ഷേപ്പ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ഒപ്പൻഷ്യയിലും അത് തന്നെ യൂഫോബിയിലും കാണുന്ന ആ മോഡിഫിക്കേഷനെ പറഞ്ഞ പേരാണ് ഫില്ലോക്ലാഡ്സ്. അതുപോലെ തന്നെ നമ്മളുടെ ആസ്പെരാഗസിൽ കാണുന്ന മോഡിഫിക്കേഷനാണ് ക്ലാഡോഡ്. ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റോറേജിന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, വെജിറ്റേറിയൻ പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു നമ്മൾ. ഗ്രാസും സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ റണ്ണറാണ്, പിസ്റ്റിയ, മൈക്കോർണെ ഒക്കെ ആണെങ്കിൽ ഓഫ്സെറ്റ്, ബനാന, പൈനാപ്പിൾ ഒക്കെ ആണെങ്കിൽ സക്കർ ടൈപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനിൽ ടെൻഡറിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ ഒരു സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനാണ്. കുക്കുമ്പറിലും പംകിനിലും അതുപോലെ തന്നെ വാട്ടർമെലനിലും ഒക്കെയാണ് ടെൻഡറിൽ എന്ന് പറയുന്നത്. അത് എന്തിന്റെ മോഡിഫിക്കേഷനാണ്, ആക്സിലറി ബഡിന്റെ. ഗ്രേപ്പ് പോയിന്റ് ആകുമ്പോൾ അവിടെ എന്താണ് എപ്പിക്കൽ ബഡിന്റെ. ഇനി നമ്മുടെ തോൺസ് എങ്ങനെയാ, ഓപ്പൻഷ്യയിലൊക്കെ കാണുന്ന നമ്മുടെ സിട്രസിൽ, ബോഗൺവില്ലൊക്കെ കാണുന്ന തോൺസ് എന്ന് പറയുന്നത് അതും എന്തിൻ്റെയാണ്, ആക്സിലറി ബഡിന്റെയാണ്. ഇനി നമ്മളുടെ നമുക്കറിയാം ഈ ഒപ്പൻഷ്യ അതുപോലെ തന്നെ യൂഫോബിയ, ആസ്പെരാഗസ് അതിലൊക്കെ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റിന്റെ ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. ഒപ്പൻഷ്യയിലാണെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കും, യൂഫോബിയ എങ്ങനെയായിരിക്കും
അത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ആസ്പെരാഗസിലാകുമ്പോൾ എങ്ങനെയായിരിക്കും? സിക്കിൾ ഷേപ്പ് ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മളുടെ ഈ യൂഫോബിയയിലും അതുപോലെ തന്നെ ഒപ്പൻഷ്യയിലും കാണുന്ന ആ മോഡിഫിക്കേഷൻ വിളിക്കുന്ന പേരെന്താ? ഫില്ലോക്ലാഡ്സ് എന്നും. അതുപോലെ തന്നെ ആസ്പെരാഗസിലാണെങ്കിൽ നമ്മൾ എന്ത് വിളിച്ചു തന്നെ? ക്ലാഡോഡ്. ഓക്കെ, ഇവിടെ നിന്ന് പിക്ചർ കൊടുത്തിരിക്കുന്നു ഞാൻ കേട്ടോ. നോക്കൂ, ഇത് നമ്മൾ ആസ്പെരാഗസിന്റെ ആണ്. ഈ മോഡിഫിക്കേഷൻ ആണ് ക്ലാഡോഡ് എന്ന് പറയുന്നത്. ഇത് നോക്കി നോക്കി, ഇതാണ് ഫില്ലോക്ലാഡ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ തോൺസ് മോഡിഫിക്കേഷൻ ആണ്, ടെൻഡ്രിലർ മോഡിഫിക്കേഷൻ ആണ്, ബൾബിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ റൂട്ടിന്റെ പറഞ്ഞു, സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു പ്ലാന്റിന്റെ എന്തൊക്കെ പാർട്സ് ആണ് അത്യാവശ്യം എന്ന് പറഞ്ഞു. ഓക്കെ, ഐ തിങ്ക് ഓൾ യു നമുക്ക് ഈ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ. തെറ്റിക്കാൻ ചാൻസ് കൂടുതലുള്ളത് ആക്സിലറി ബഡ് ആണോ അതോ എപ്പിക്കൽ ബഡ് ആണോ, ആ പോർഷൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ഡൗട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അത് ക്ലിയർ ആക്കി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ ഗ്രേപ്പ് പോയിന്റ് കേസിലാണ് എന്ന് പറയുന്നത് എപ്പിക്കൽ ബഡ് വരുന്നുള്ള കാര്യം. ഓക്കെ, so I hope all you can understand this point. Thank you.